ഇന്നിവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. സൂര്യന്റെ പൊട്ടി പോലും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിങ്കാറോസിന്റെ അടിയിൽ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അവിടെയുള്ള ഇലകളൊക്കെ പിച്ച് കളയുന്നത് നല്ലതാണ്. ഈർപ്പം അടിച്ചിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്, അതും ഈ ക്ലൈമറ്റിൽ. അത്യാവശ്യത്തിൽ റോസിനൊക്കെ മൊട്ടുണ്ട്. മൊട്ടിടാത്ത റോസിനെ കുറച്ച് DAP അപ്ലൈ ചെയ്താലോ? കുറച്ച് നാളായിട്ടുണ്ട് DAP ഒക്കെ ഒന്ന് ഇട്ടുകൊടുത്തു. എന്റെ കയ്യിൽ ഇരുന്ന DAPയുടെ കളർ എന്ന് പറയുന്ന ബ്ലാക്ക് ആയിരുന്നു. ഈ വട്ടം വാങ്ങിയത് ഗ്രേ കളർ. അല്ലെങ്കിലും നിറത്തിലല്ലല്ലോ കാര്യം. ചില DAP ഇട്ടാൽ പൂക്കളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അത് ചിലപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത DAP ആയിരിക്കും. ചില DAPക്ക് ബ്രാൻഡ് നെയിം ഉണ്ട്, ചിലത് ലൂസായിട്ട് മേടിക്കാൻ കിട്ടും. ഒരു 4-5 DAP എങ്കിലും മാറി മാറി യൂസ് ചെയ്താൽ മാത്രമേ ഏതാണ് എഫക്റ്റീവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മീഡിയം ചട്ടിയിൽ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ DAP ഇട്ട് കൊടുക്കാറ്. പേര് തട്ടാതെ സൈഡിലോട്ടാണ് നമ്മൾ DAP ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ പിച്ച് കളയുക. എന്നിട്ട് മണ്ണൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കാര്യം സിമ്പിൾ ആണ്. എന്നിട്ടും പൂക്കൾ പിടിക്കുന്നില്ല എങ്കിൽ ഈ ഒരു DAP മാറ്റിയിട്ട് വേറെ DAP വാങ്ങുക. ചിലർക്ക് വൈറ്റ് ആണ് ഇഷ്ടം, ചിലർക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. മാസത്തിൽ 2 വട്ടം കൊടുത്താലും മതി.